ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നല്ലൊരു ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും കമന്റ് ബോക്സിൽ ഒന്ന് ഇടുക. അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ അപ്പോൾ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. കഥകളിലൂടെ തന്നെയാണ് ഞാനത് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കഥകളിലൂടെ നമ്മൾ പറയുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങൾ ഞാൻ ഇനിയും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെ? നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലിക്ക് ചെയ്യാനും നിങ്ങൾക്ക് പ്രയോഗിക്കാനും ഒക്കെ വളരെയധികം എളുപ്പമായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ മാർഗം സ്വീകരിക്കുന്നത്. സോ ഇന്നത്തെ നമ്മളുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ കുഡിനെ കുറിച്ചിട്ട് ഒന്ന് സംസാരിക്കുകയാണ്. അതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. കാരണം കുഡിന് തന്നെ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നതാണ് ഓരോരോ കാര്യങ്ങൾ നമ്മൾ പതിയെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത് വേഗം തന്നെ മനസ്സിൽ നിൽക്കുകയും നമുക്ക് പ്രയോഗിക്കാനും പറ്റും. ഒരുപാട് പ്രയോഗങ്ങൾ നമ്മൾ, അതായത് ഒരു വേർഡിന് തന്നെ ഒരുപാട് മീനിങ്ങുകൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ എല്ലാം കൂടെ നമുക്ക് തലയിൽ ഓർത്തിരിക്കാൻ പറ്റാറില്ല. പലപ്പോഴും ഞാൻ കാണാറുണ്ട് ആൾക്കാർക്ക് അത് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അവർ പിന്നെയും ചോദിക്കുമ്പോൾ അയ്യോ ഇത് ഇങ്ങനെ പ്രയോഗിക്കുമ്പോൾ അതെന്താ ഇങ്ങനെ, ഈ ഒരു സെന്റൻസിലേക്ക് വരുമ്പോൾ അതിന്റെ മീനിങ്ങിന് വ്യത്യാസം ഉണ്ടല്ലോ, അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ പറയാറുണ്ട്. സോ ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ഇതാണ് കുഡിനെ കുറിച്ചിട്ടുള്ള കാര്യം. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ലോങ് ago the sun and the wind were talking. അപ്പൊ എന്താണ് നമ്മുടെ ഈ കഥയിൽ പറയുന്നത്? ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് നമ്മുടെ സണ്ണും നമ്മുടെ സൂര്യനും വിൻഡും തമ്മിൽ സംസാരിക്കുകയാണ്. കാറ്റും അതുപോലെ തന്നെ സൂര്യനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായിരുന്നു അവരുടെ ഒരു ഡിസ്കഷൻ? അവരുടെ ഡിസ്കഷൻ ഇതായിരുന്നു: ഹൂ വാസ് സ്ട്രോങ്ങർ ദാൻ ദി അതർ? അപ്പൊ ഒരാളെക്കാളും മറ്റൊരാള് ആണോ ഏറ്റവും ശക്തിമാൻ എന്നായിരുന്നു അവരുടെ ഡിസ്കഷൻ. They could not decide that one. അപ്പൊ ഞാൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന സെന്റൻസ് ഞാൻ ഒന്നുകൂടെ പറയാണ്. They could not. അപ്പൊ ഈ ക്യാൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്, അല്ലെ? ക്യാനിന്റെ അർത്ഥം എന്താണ്? കഴിയും എന്നുള്ളതാണ്. ഐ ക്യാൻ സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് പാട്ട് പാടാൻ കഴിയും. ഐ ക്യാൻ ഡാൻസ്, എനിക്ക് നൃത്തം ചെയ്യാനായിട്ട് പറ്റും. ഐ ക്യാൻ ഗോ ദർ, എനിക്ക് അങ്ങോട്ട് പോവാനായിട്ട് പറ്റും. അപ്പോ ഇങ്ങനെ നമ്മൾക്ക് സാധിക്കും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ പറയുന്നത്. ഈ ക്യാനിന്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റുമായിരുന്നു എന്ന് നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ആ സെന്റൻസിലേക്ക് ഒന്ന് വരികയാണ്. They could not decide who was the strongest. അതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളത് ആരാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എന്തുപയോഗിക്കുന്നത്? കുഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കുഡ് നോട്ട് എന്നാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. പറ്റിയില്ല എന്നാണ് പറയുന്നത്. അപ്പോ അവർക്കത് സാധിച്ചില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ അവിടെ എന്തുപയോഗിക്കുന്നത്? കുഡ് നോട്ട്. അപ്പോ ഹി കുഡ് സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ അർത്ഥം വരിക? അവന് പാട്ടുപാടാൻ പറ്റുമായിരുന്നു. ഓക്കെ, അവന് ആ ഒരു സംഭവം പറ്റുമായിരുന്നു. ഐ ക്യാൻ സിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുമെന്നാണ്. പറ്റുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് കഴിഞ്ഞു പോയതാണ്. അപ്പൊ അതിന് ആ ഒരു മീനിങ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഹി ക്യാൻ ഡാൻസ് അല്ലെങ്കിൽ ഐ ക്യാൻ ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും. ഐ കുഡ് ഡാൻസ് എന്ന് പറഞ്ഞാലോ എനിക്ക് നൃത്തം ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ അത് ആ ഒരൊറ്റ ഡിഫറൻസ് നിങ്ങൾ ഇപ്പോ മനസ്സിലാക്കിയാൽ മതി. ക്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റും, മറ്റേതാണെങ്കിൽ പറ്റുമായിരുന്നു. ഇനി പറ്റില്ലായിരുന്നു എന്ന് പറയാനാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നോട്ട് എന്നുള്ളത് കൂടെ അവിടേക്ക് ആഡ് ചെയ്യുന്നത്. ദേ കുഡ് നോട്ട് എന്ന് പറയുന്ന അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ള മീനിങ്ങിലേക്ക് അവിടെ വരും. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവർക്ക് ആരാണ് ശക്തിമാൻ എന്നുള്ളത് ഒന്ന് അതായത് അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ദേ ജസ്റ്റ് വാണ്ട് ടു ട്രൈ ഇറ്റ് ഔട്ട്. അപ്പൊ അവർക്ക് അത് എന്ത് ചെയ്യണമായിരുന്നു? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമായിരുന്നു, അവർക്കൊന്ന് പരീക്ഷിക്കണമായിരുന്നു. ദേ സോ എ ട്രാവലർ പാസിംഗ് ബൈ. അപ്പൊ അവര് ആരെയാണ് കണ്ടത്? ഒരു ട്രാവലർ, ഒരു യാത്രികൻ അങ്ങനെ പാസ് ചെയ്ത് പോകുന്നതായിട്ട് അവര് കണ്ടു. ഒരാൾ ഇങ്ങനെ പോകുന്നതായിട്ട് അവര് കണ്ടു. ദ വിൻഡ് ബിഗാൻ ടു ബ്ലോ എ സ്ട്രോങ് ആൻഡ് പവർഫുൾ വിൻഡ്. അപ്പൊ നമ്മുടെ വിൻഡ് എന്ത് ചെയ്തു? അത് അങ്ങോട്ട് ഭയങ്കര പവർഫുൾ ആയിട്ടും സ്ട്രോങ് ആയിട്ടും കോൾഡ് വിൻഡ് അങ്ങോട്ട് ഊതാനായിട്ട് തുടങ്ങി. But the stronger the wind blew, the tighter the man held to his
കോട്ട്. അപ്പോ എത്രത്തോളമാണ് അയാള് വിൻഡ് ബ്ലൂ ചെയ്തത്, അതായത് ഊതിയത്, അവൻ അത്രത്തോളം ആ കോട്ട് ഇങ്ങനെ ചുരുട്ടി പിടിച്ചു. അപ്പൊ ഈ കോട്ട് പുറത്തേക്ക് അവൻ ഇട്ടതേ ഇല്ല, അവൻ അതിങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ടിരുന്നു. സോ ദ സൺ began to come outside from the cloud. അപ്പൊ നമ്മുടെ സൺ നമ്മുടെ ക്ലൗഡിൽ നിന്ന് പുറത്തേക്ക് വന്നു. And it began to shine brightly. അങ്ങനെ അത് ഭയങ്കരമായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് ഷൈൻ ചെയ്യാൻ തുടങ്ങി. He could feel the warmth on his shoulders. അപ്പൊ നമ്മളുടെ ട്രാവലിനറിന് എന്ത് തോന്നി? ആ ഒരു ചൂട് അനുഭവപ്പെടാനായിട്ട് തോന്നി. And slowly he took off his coat. അങ്ങനെ വളരെ സാവധാനം അവൻ എന്ത് ചെയ്തു? ആ കോട്ട് അവൻ ഊരി. And the sun won it. സോ നമ്മുടെ സണ്ണാണ് അവിടെ വിൻ ചെയ്തത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറ്റ് എത്ര ഊതിയിട്ടും ഇവൻ ഈ കോട്ട് ഊരിയില്ല. പക്ഷെ നമ്മുടെ സൺ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയിട്ട് നിന്നപ്പോ ഈ കോട്ട് ഊരാനായിട്ട് നമ്മുടെ ട്രാവലർ നിർബന്ധിതനായി. ഓക്കെ, അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഈ ആരാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്നുള്ള ഒരു ഡിസ്കഷന്റെ പുറകിൽ വന്നിട്ടുള്ള ഒരു കുട്ടി സ്റ്റോറിയാണ്. അപ്പൊ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഗ്രാമറിന്റെ ഭാഗം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വരാം.